അമേരിക്കക്കും ഇസ്രയേലിനും യമനിലുള്ള സൈനിക നടപടി ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക. കാരണം ശക്തമായ സൈനികാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിശക്തമായ തിരിച്ചടിയാണ് ഹൂത്തികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻഗുരിയോൻ എയർപോർട്ടിന് നേരെ ഫലസ്തീൻ 2 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുകയാണ്. സൈറൻ മുഴങ്ങിയത് കാരണം ഇസ്രയേലിനകത്ത് ആളുകൾ ബങ്കറിലേക്ക് ഓടി 13 പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. യമനിലെ ഹൂത്തികളുടെ കേന്ദ്രമായ സായ്ദ, അതേപോലെ തന്നെ ജൗഫ്, അതുപോലെ തന്നെ ഹുദൈദ തുടങ്ങിയ ഭാഗങ്ങളിൽ അതിശക്തമായ രൂപത്തിലുള്ള സൈനികാക്രമണമാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത്. എയർ സ്ട്രൈക്ക് വളരെ ശക്തമായ, അതായത് യമൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ആക്രമണങ്ങളാണ് ഈ മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ആക്രമണങ്ങൾ അതിശക്തമായി തുടരുമ്പോഴും എന്തുകൊണ്ട് ഹൂത്തികൾ വീണ്ടും അവരുടെ മിസൈൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹൂത്തികളെ ഞങ്ങളിലേക്ക് വിടൂ, ഞങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യാം, പക്ഷേ നിങ്ങൾ ആയുധവും സൈനിക സഹായവും നൽകുന്നത് നിർത്തലാക്കണമെന്നാണ്. അതായത് ഇറാന്റെ ഭാഗത്തും സൈനിക സഹായം ഉണ്ടാകുമ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കും. യമനികളുടെ തിരിച്ചടി ശക്തമായി അമേരിക്കക്കും ഏൽക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യമനിലെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട $33 മില്യൺ വരുന്ന ഈ ഡ്രോൺ ആക്രമിക്കാൻ കഴിയും, ഇതിന് നിരീക്ഷിക്കാൻ എല്ലാത്തിനും സാധിക്കുന്ന ഈ ഡ്രോണിലെ 16ാമത്തെ ഡ്രോണും ഹൂത്തികൾ കഴിഞ്ഞ ദിവസം തകർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഡ്രോൺ ശക്തമായ നിരീക്ഷണത്തിന് സാധ്യമാകും എന്നതിനപ്പുറം ആക്രമിക്കാൻ കൂടെ കഴിവുള്ള ഒരു ശക്തമായ ഡ്രോണാണിത്. യഥാർത്ഥത്തിൽ ഈ ഡ്രോണാണ് അമേരിക്കയ്ക്ക് സൈനിക, അതായത് എയർ സ്ട്രൈക്ക് നടത്താനുള്ള പ്രധാനപ്പെട്ട മാർഗരേഖ സൃഷ്ടിക്കുന്നത്. അവരുടെ കേന്ദ്രങ്ങളും അവരുടെ രഹസ്യ സങ്കേതങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത് ഈ ചാര ഡ്രോൺ മുഖേനയാണ്. പക്ഷേ ഈ ഡ്രോണുകൾ ഒരിക്കലും യമനിന്റെ അതിർത്തിയിലേക്ക് ഇപ്പോഴും കടക്കാൻ സാധിക്കുന്നില്ല. ഈ ഡ്രോണിനെ യമനികളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തകർത്തു എന്നതിനർത്ഥം ഇതുവരെയും അമേരിക്കയുടെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും യമനിലെ ഹൂത്തികളുടെ റഡാർ സംവിധാനം പോലും തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അവർ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് വീണ്ടും സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. 2 മാസത്തിനകം ആണവ കരാർ, ഒരു പുതിയ കരാറിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകണം. അതല്ല എങ്കിൽ 2 മാസത്തിനകം അത് ചെയ്യുന്നില്ല എങ്കിൽ ഇറാന് നേരെയുള്ള ആക്രമണത്തിന്റെ സാധ്യത വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 4 ദിവസം നൽകി ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞ അമേരിക്ക എന്താണ് ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്? അതായത് ഇറാനോടുള്ള ആക്രമണത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അമേരിക്കക്ക് ബോധ്യപ്പെടുന്നില്ല. മാത്രമല്ല, അമേരിക്കയിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെല്ലാം അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അമേരിക്കയുടെ ടെറിറ്ററിക്കുള്ളിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാനുമായി ആക്രമണത്തിൽ ഒരുങ്ങുമ്പോൾ അത് അമേരിക്കയുടെ ഉള്ളിൽ പോലും ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അമേരിക്കക്ക് ശക്തമായ നാശനഷ്ടങ്ങൾ അതിലൂടെ ഉണ്ടാകും. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക ശക്തി തന്നെയാണ് അവരെ സേഫാക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാന്റെ ആണവ പ്ലാന്റുകൾ ആക്രമിക്കുക എന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മാത്രമല്ല, നീണ്ടുപോകാനും കൂടെ പാടില്ല എന്നാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ആ കാര്യങ്ങളിൽ വീണ്ടും സമയമെടുക്കുന്നു എന്നത് ഇറാന് നേരെയുള്ള ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ എന്തായിരിക്കും ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി എന്ന കാര്യത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇസ്രയേൽ ഗസയിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ ടാങ്കുകൾ ഇന്ന് ഗസയുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന്റെ വാർത്തയും വരുന്നു. അതായത് കരയുദ്ധം കൂടെ ഇതോടുകൂടെ ഇസ്രയേൽ ആരംഭിക്കുന്നു, 2ാം ഘട്ടവും ആരംഭിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ദിവസത്തിനിടയിൽ തന്നെ ഗസയിൽ മരണപ്പെട്ടത് ഏകദേശം 1000-ഓളം ആളുകളാണ്. ഈ അതിശക്തമായ രൂപത്തിലുള്ള സൈനിക ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തുർക്കിയിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് അക്രം ഇമാം ഉഗ്ലു എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം വലിയ സമ്പന്നന് കൂടെയാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചതിന്റെ പേരിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ തുർക്കിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ തെരുവുകളിലെല്ലാം ഉർദുഗാനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാക്കൾ ശക്തമായ രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ, സമരങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള
ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ആൾക്കൂട്ടങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇത് തുർക്കിയുടെ ഇസ്തംബൂളാണ്. അവിടെ ഉർദുഗാനെതിരെ പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തി വളയം ചെയ്തിരിക്കുകയാണ്. എല്ലാ രൂപത്തിലുള്ള നിയന്ത്രണങ്ങളും കൈവിട്ടിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. യഥാർത്ഥത്തിൽ ഇത് സെർബിയയിൽ നിന്നുള്ള അവിടെയുള്ള പ്രസിഡന്റിന് നേരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രക്ഷോഭമാണ്, പ്രതിഷേധമാണ്. അതേസമയം ഇതും തുർക്കിയുമായി യാതൊരു ബന്ധവുമില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നമുക്ക് സെർബിയയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ ചാനലുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും.